ഒരു കഥ എന്ന് പറഞ്ഞാൽ ഒരു കഥ. ആ ലാസ്റ്റ് ബോൾ വരെ കൊണ്ടുപോകേണ്ട കാര്യം ഉണ്ടായതാ. അതിൻ്റെ മുമ്പത്തെ ബോളിൽ ഒരു സിംഗിൾ എടുത്തു വിടായിരുന്ന, സിംഗിൾ ഉണ്ടായിട്ട് ഡിനൈ ചെയ്താണെന്നേ. ആ കുൽദീപ് എന്താ ഇൻ്റർനാഷണൽ പ്ലെയർ അല്ലേ, ഓൻ ബാറ്റ് വെച്ചാലും ഒരു റണ്ണൊക്കെ കിട്ടൂലേ. ഇതിപ്പോൾ എന്താ ഉണ്ടായത്? കടിച്ചു പോയില്ല പിടിച്ചു പോയില്ല എന്നുള്ള അവസ്ഥയിലായി. ആത്മവിശ്വാസമൊക്കെ നല്ലതാണ്, പക്ഷെ ഓവർ കോൺഫിഡൻസ് ആവരുത്. അതാണിപ്പോൾ മില്ലർക്ക് ഉണ്ടായത്. ഒന്നും ഷാവുല് ഇന്നിപ്പോൾ നമ്മൾ വിചാരിച്ചെന്താ വെച്ചാൽ വോട്ടെടുപ്പ് ആയതുകൊണ്ട് ഓൻ്റെ ശല്യം ഉണ്ടാവില്ലെന്നാ. ഹലോ, എന്തേ വോട്ട് ചെയ്തില്ലേ? വോട്ടൊക്കെ ചെയ്തു. എന്താ ഭയങ്കരത്തെ പാടെന്താ? അഹങ്കാരത്തിനുള്ള അതൊക്കെ വോട്ട് എണ്ണീട്ട് പറയാം. ആർക്കാ അഹങ്കാരം ഇല്ലായ്മ തോന്നോ? ഇപ്പൊ തന്നെ പറയണ്ട. മെയ് 4 ആവട്ടെ കേട്ടാ. അത് ശരി, നിങ്ങളിപ്പോ അങ്ങോട്ട് വോട്ടാണ് ചെയ്തപ്പോ നിങ്ങളാണ് ജയിച്ചിരിക്കുന്നത് വിചാരിച്ചിരിക്കുക. ആക്കെ നിർത്തിക്കാളി. വോട്ട് പറ്റിയില്ലാവട്ടെ, ബാക്കി നോക്കാം നമുക്ക്. പിന്നെന്താ? അതല്ല ഇന്നലത്തെ കളി എന്തൊരു അഹങ്കാരണേ. എന്താണ് ഞാനെന്നാണ് ലാസ്റ്റ് ബോളിൽ അടിച്ചോളാ. അതിപ്പോ അവൻ വിചാരിച്ചിക്കാണ്ട് ഇങ്ങനെ നിക്കണേ. ആ മനുഷ്യൻ ബൗളർ വേറെ കഥ ഒന്നും പറയണ്ട. ക്യാപ്റ്റന് വേറെ വള്ളർച്ച കിട്ടിയ ബൗളർ തന്നെയാണ്, അത് നോക്കണ്ട. കൃഷ്ണ എന്താ അതിന് മുമ്പ് നാല കിട്ടിയതല്ലോ എനിക്ക്. ലാസ്റ്റ് ഓവറിലും കിട്ടുമായിരുന്നേ. ലാസ്റ്റ് 2 ബോള് പറഞ്ഞ ആ സ്ലോ ബോള് മൂപ്പർക്ക് ഒരു കാൽക്കുലേഷൻ ബാച്ച് എന്ന് വിചാരിച്ച് ഇപ്പൊ മൂപ്പര അങ്ങനെ അങ്ങോട്ട് കുറ്റൊന്നും പറയണ്ട. കാരണം എവിടെയോ കിടന്ന കളി അങ്ങോട്ട് കൊടുത്ത മൂപ്പരന്നല്ലേ. അതിന്റെ മുമ്പത്തെ ബോളിലൊക്കെ കൺസിം ഷോട്ട് അടിച്ചിക്കാണ്ട് ഷോട്ടൊക്കെ അടിച്ചിക്കാണ്ട് ഇങ്ങനെ അഹങ്കാരത്തിൽ ഇങ്ങനെ മില്ലറാണത്. കില്ലർ താഴത്ത് നോക്കിക്കാണ്ട് എപ്പോഴും ബാറ്റുമ്പോ കൊള്ളൂല. ഞാൻ പറഞ്ഞത് വെച്ചാല് സംഭവം അത്രേ ഉള്ളൂ. നിങ്ങളിപ്പോ എത്ര എണ്ണ ജയിച്ചേ? അത് കേട്ട് പറയും. അല്ല അത് പറയും. അതെന്താ പറയാൻ ഒരു മടി? ഒറ്റ റണ്ണിന് കഷ്ടപ്പെട്ട് ജയിച്ച്. എത്ര പോയിന്റ് കിട്ടും? അല്ല എന്നിട്ട് ഇപ്പൊ എത്ര പോയിന്റിൽ ആരാ മുന്നില്? നിങ്ങൾ എത്ര കളി ജയിച്ച്? നിങ്ങൾക്ക് എത്ര പോയിന്റ് ഉണ്ട്? ഞങ്ങൾക്ക് എത്ര പോയിന്റ് ഉണ്ടാവും നോക്കണം. ഇന്നലത്തെ കളി എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഒറ്റ റണ്ണിന് കേച്ചിലായി. എല്ലാ കളിയിലും നിങ്ങളെ കഥ തന്നെ. മില്ലറിന്റെ കളി ഇങ്ങനെ കണ്ടപ്പോ നിങ്ങൾ വിചാരിച്ചത് ഇതൊക്കെ എല്ലാം കൂടി ഇപ്പൊ കഴിഞ്ഞു. ഞങ്ങള് കളി അങ്ങനൊന്നുമില്ല. കളിയൊക്കെ ആൾക്കാരൊക്കെ ഞങ്ങളുടെ ടീമില്, അതായത് മില്ലറിന്റെ കളി കണ്ടപ്പോഴല്ല. ഞങ്ങളെ മറ്റേ റാഷിദ് ഖാൻ അല്ലടോ, ഞങ്ങളെ ചങ്ങായില്ലേ KL രാഹുലിന്റെ അടി കണ്ടപ്പോൾ ഞങ്ങൾ ജയിച്ചു എന്ന് വിചാരിച്ച്. സ്റ്റെപ്സ് റൺ ഔട്ടായി, രാഹുൽ ഔട്ടായപ്പോ കളി കഴിഞ്ഞെന്ന് വിചാരിച്ചാണ്. എന്നിട്ടും മില്ലർ ഇങ്ങനെ കളിച്ചില്ലേ. അവന്റെ പെർഫോമൻസിന് ഒരു വലിയ ഒരു ചർച്ചയില്ല. ഇപ്പൊ ഫുള്ള് മില്ലറിന്റെ. ഞാൻ അത് പറഞ്ഞിട്ട് കാര്യമില്ല. എന്തോ ഒരു കാൽക്കുലേഷൻ മിസ്റ്റേക്കില് നിങ്ങൾ കേച്ചിലായി. ഞങ്ങൾ നല്ല രീതിക്ക് ആ ബോളിന്റെ ടെക്നിക്ക് നോക്കി. എന്തത്തെ ടെക്നിക്ക്? ഒരു സ്ലോ ബോൾ എറിഞ്ഞപ്പോ അത് അടിച്ച കൊണ്ടില്ല, അത്ര തന്നെ. അല്ലാതെ വലിയ അങ്ങനെ കത്തിച്ചിട്ട് ആളിച്ച് പറയാനൊന്നും ഇല്ലപ്പോ. അത് അതിന്റെ മുമ്പ് അടിച്ചത് അതേപോലെ നോ ലുക്ക് ഷോട്ട് പോലെ അടിക്കും, എല്ലാത്തും അടിക്കും. മില്ലർ ആദ്യമായിട്ടൊന്നുമല്ലല്ലോ അങ്ങനെ അടിക്കണത് അല്ലേ? അത് മതിയായിന്ന്, അതന്ന് ഓടിയാ മതിയായിന്ന്. അതൊരു കാൽക്കുലേഷൻ മിസ്റ്റേക്ക് ആണ്. നിങ്ങൾ ആദ്യം പറഞ്ഞാണ്ട് നിങ്ങളാകെ ഒരു കളി ജയിച്ചത് തന്നെ ഇപ്പൊ എങ്ങനെയാണ് ഈ കോലത്തിൽ ഞങ്ങൾ ദാനം തന്നത്. ആ 2 പോയിന്റ് ആയിട്ട് അവിടെ ഇരുന്നോളി ട്ടാ. ഏതായാലും എന്തൊക്കെയോ റേഞ്ചൊക്കെ കുഴപ്പമുണ്ടോ? ഈ പറഞ്ഞു കേൾക്കില്ല, നമുക്ക് പിന്നെ വർത്താനം പറയാം. ഇതൊന്നും ഇപ്പൊ ഇങ്ങനെ പറയാനും ശരിയാവില്ല. ശരി, അതൊന്നുമല്ല, സംഭവം ഒന്നുമല്ല. വെറുതെ റേഞ്ചിനും പറഞ്ഞാണ്ട് കേച്ചിലാവും. അല്ലാതെ ഇന്നിപ്പോ ഈ സംഭവം മില്ലർ എടുത്ത് പാളിയിടും. ആ ചങ്ങായിക്ക് അത് ഓടിയാൽ സമതിലായിക്കാണ്ട് അതങ്ങോട്ട് ഇനിയിപ്പോ കുൽദീപ് ഔട്ടായി വെച്ചോളി ലാസ്റ്റ് ബോളിൽ. എന്നാലും എന്താണ് സംഭവം? സൂപ്പർ ഓവർക്ക് പോകില്ല. ഇത് വേണ്ടില്ലാത്ത പണിയായിപ്പോയി.